Hi all, good morning. Today we will be dealing about the topic X-ray crystallography, and this particular topic is coming in the topic of biological laboratory technique module 11, and I must say this is the most important topic, one of the most important topics in module 11, and you can expect this particular topic as 2 marks, 5 marks as well as 10 marks. So we can directly go into this particular topic. Now we are directly moving on to the definition or the introduction of what this X-ray crystallography is. X-ray crystallography is a technique used for determining the atomic and molecular structure of a crystal in which the crystalline atoms cause a beam of incident X-rays to diffract into many specific directions. We use an X-ray beam to hit the crystallized molecule. The electrons surrounding the molecule diffract as the X-rays hit them. This particular pattern is known as the X-ray diffraction pattern. സ്വാഭാവികമായും ഈ രണ്ട് ബുള്ളറ്റ് പോയിന്റ്സ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. So I'll just explain in some basic terms. See, X-ray diffraction pattern എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് XRD. ഇനി എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിയിൽ ബേസിക് ആയിട്ട് എന്താ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഏതൊരു മാറ്റർ എടുത്താലും അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ബേസിക് ടു ബേസിക് കോമ്പോണന്റ് എന്ന് പറയുന്നത് ആറ്റം ആണ്. ഓക്കെ, ആറ്റത്തിന്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദർ ആർ നമ്പർ ഓഫ് ഓർബിറ്റ്സ് സറൗണ്ടിങ് ദ ന്യൂക്ലിയസ്. ആ ഓർബിറ്റ്സിൽ ആരാ ഉള്ളത്? സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മള് എക്സ്റേസ് കടത്തി വിടുകയാണ്. എവിടേക്ക്? ആറ്റത്തിന്റെ ഉള്ളിലേക്കല്ല. ദർ ഇസ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞ മാതിരി എന്തൊരു സ്ട്രക്ചർ ആണെങ്കിലും അതിന്റെ ബേസിക് കോമ്പോണന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ആറ്റം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്റേസ് കടത്തി വിടുന്നത് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ ഉള്ളിലേക്കാണ്. ആൻഡ് ദിസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇസ് ബേസിക്കലി മേഡ് അപ്പ് ഓഫ് ആറ്റം. And the atom basically consists of this electrons revolving around it. അപ്പോൾ ഈ എക്സ്റേസ് ഡയറക്ട്ലി ഹിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, എക്സ്റേസ് ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള ബേസിക് കമ്പോണന്റ് ആയിട്ടുള്ള ആറ്റത്തിന്റെ ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം ബേസിക് ആയിട്ട് ഒരു എനർജി ട്രാൻസ്ഫർ, അതായത് ഈ ഓരോ റേസിനും എനർജി ഉണ്ട്, ആ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഴുന്ന ഈ ഒരു ഡിറക്ഷനിലല്ല ഈ ഒരു എക്സ്റേ ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു ഇലക്ട്രോണിനെ തട്ടിയതിനു ശേഷം ഇറ്റ് ഇസ് ഗോയിങ് ഇൻ സം അതർ ഡയറക്ഷൻ. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ഇൻ സം അതർ ഡയറക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ എക്സ്റേ ഇസ് ഡിഫ്രാക്റ്റഡ്. അതായത് ആ ഒരു പാത്ത് അല്ല പിന്നീട് ആ ഒരു എക്സ്റേ ഫോളോ ചെയ്യുന്നത്. മെയിൻലി ബിക്കോസ് ഇവിടെ ഒരു ഇലക്ട്രോണിനെ അത് കൊളൈഡ് ചെയ്തു, ഇലക്ട്രോണിനെ വന്ന് പതിച്ചതിന്റെ ഭാഗമായിട്ട് ദിസ് എക്സ്റേസ് ആർ ഗെറ്റിംഗ് ഡിഫ്രാക്റ്റഡ് വൈൽ ഗോയിങ് അവേ ഫ്രം ദ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അപ്പോൾ ഇതിപ്പോ ഒരു ഇലക്ട്രോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്ര അധികം ഇലക്ട്രോൺസ് ഉണ്ടാകും, ബിക്കോസ് എത്ര അധികം ആറ്റംസ് ഉണ്ടാകും അതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺസിന്റെ നമ്പർ സ്വാഭാവികമായും വളരെ കൂടുതലായിരിക്കും. ആ എല്ലാ ഇലക്ട്രോൺസിനെയും എക്സ്റേസ് വന്ന് തട്ടും. അതിനനുസരിച്ചിട്ട് എത്രമാത്രം എക്സ്റേസ് ആണോ, എത്രമാത്രം ഇലക്ട്രോൺസിനെ വന്നിട്ട് തട്ടുന്നത്, അത്രമാത്രം ഡിഫ്രാക്റ്റഡ് എക്സ്റേ ബീംസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡിഫ്രാക്റ്റഡ് ബീംസിന്റെ ഒരു പാറ്റേൺ, ഡിഫ്രാക്ഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വഴി നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ അലൈൻമെന്റ്, ഈ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ആറ്റംസും മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസും എങ്ങനെ അലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ബേസിക്കലി നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, now about the history of this X-ray crystallography. English physicist Sir William Henry Bragg pioneered the determination of crystal ആട്ടോ അത്.
crystal structure by X-ray diffraction methods. X-ray crystallography is a complex field that has been associated with several of science's major breakthroughs in the 20th century. Using X-ray crystal data, Dr. James Watson and Francis Crick were able to determine the double helix structure of DNA in 1953. So obviously important ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് ഹെൻറി ബ്രാഗ് ആണ്. ബിക്കോസ് അദ്ദേഹമാണ് ആദ്യമായിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേണിനെ കുറിച്ച് പഠിച്ചതും എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ വഴി ഒത്തിരി മോളിക്യൂൾസ് ഒത്തിരി കാര്യങ്ങളിലെ സ്ട്രക്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള പോസിബിലിറ്റി പറഞ്ഞത് ഒബ്വിയസ്ലി ഹെൻറി ബ്രാഗ് ആണ്. അതിനുശേഷം ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് ഡിസ്കവറീസ് നടന്നിട്ടുണ്ട് സ്ട്രക്ചറൽ അനാലിസിസ് ഫീൽഡിൽ. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഡിസ്കവറിയാണ് വാട്സൺ ആൻഡ് ക്രിക്കിന്റെ ഡബിൾ ഹെലിക്കൽ DNA മോഡൽ. അതും ആ ഒരു ഡബിൾ ഹെലിക്കൽ DNA മോഡലിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി ഒരുപാട് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയണം എന്താണ് എക്സ്റേസ്. ഓക്കെ, എക്സ്റേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഗാമ റേസിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് എക്സ്റേസ്. അതായത് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻ ദ മാറ്റർ ഓഫ് ഡിക്രീസിങ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് എനർജി. അതായത് ഈ ഒരു പാറ്റേണിൽ കാണുമ്പോൾ ഇപ്പോൾ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് അതിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. പിന്നെ വരുന്ന മൈക്രോവേവ്, അതിന്റെ വേവ് ലെങ്ത് കുറയും. ഇൻഫ്രാറെഡ് വേവിന്റെ വേവ് ലെങ്ത് വീണ്ടും കുറയും. അതായത് വേവ് ലെങ്ത് കൂടുന്തോറും എനർജി ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുന്തോറും എനർജി വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. An electromagnetic wave of high energy, why X-rays and what is X-rays? An electromagnetic wave of high energy and very short wavelength, which is able to pass through many materials opaque to light. അതായത് ലൈറ്റിന് പോലും പാസ് ചെയ്യാൻ പറ്റാത്തത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒപ്പാസിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒബ്ജക്ട്സിലേക്ക് പോലും എക്സ്റേസിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ദിയർ ഹൈ എനർജി. ഓക്കെ, അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1 ആങ്സ്ട്രോം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു വേവ് ലെങ്ത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഈ ഒരു വേവ് ലെങ്ത്തിന് പ്രത്യേകതയുണ്ട്. എന്താന്ന് ഇവിടെ നമുക്ക് പറയാം. The wavelength of X-ray photons is on the order of the distance between atomic nuclei in solids. Bonds are roughly 1.5 to 2.5 angstrom. You can think of it like the waves fit nice between the atoms and fill the crystal. അതായത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മാതിരി ഏതൊരു മാറ്ററും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റംസ് വെച്ചിട്ടാണ്. അതായത് നമുക്ക് ജസ്റ്റ് വി ക്യാൻ തിങ്ക് ദാറ്റ് ദർ ഇസ് വൺ ആറ്റം. ഇപ്പൊ നമുക്ക് ഇപ്പോൾ സോളിഡ്സിന്റെ കേസസിലാണെങ്കിൽ ആറ്റംസ് ആർ ക്ലോസ്ലി പാക്ഡ് അല്ലെ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ആറ്റംസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1.5 to 2.5 ആങ്സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എക്സ്റേയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1 ആങ്സ്ട്രോങ് ആണ്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് കറസ്പോണ്ടിങ് ടു ദിസ് പർട്ടിക്കുലർ റേഞ്ച്. അതായത് എക്സ്റേസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് അതിന്റെ പിയേഴ്സിംഗ് പവർ, അതിന്റെ ആ ഒരു പെനട്രേറ്റിംഗ് പവർ അത്രയും കൂടുതലാണ്. അത് ആ ഒരു പെനട്രേഷൻ എവിടെ വരെ എത്തുന്നത്, ഒരു വലിയൊരു മാസ് ഓഫ് ടിഷ്യൂ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അതിന്റെ ബേസിക് ബ്ലോക്സ് ആയിട്ടുള്ള ആറ്റംസിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് വന്ന് തട്ടണമെങ്കിൽ it should be having sufficiently very low wavelength, which is actually corresponding to the distance between two closely located atoms. അത്രയും, അതായത് ആറ്റോമിക് ലെവലിൽ വരെ അതിന്റെ ആ ഒരു വേവ് ലെങ്ത്, അതിന്റെ ആ ഒരു റേ എത്തണമെങ്കിൽ it should be having the wavelength that is corresponding to the distance between two atoms. Okay, അപ്പോൾ അതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കുന്നത്. പിന്നെ എക്സ്റേസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ക്ലിനിക്കിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എക്സ്റേ റൂംസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു റെഡ് കളർ അലാമിംഗ് ബൾബൊക്കെ വെച്ചിട്ട്
കോഷൻ സിമ്പിളൊക്കെ വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അങ്ങനെ ഒരു സാധാരണക്കാരന് കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു റൂം അല്ല. ബിക്കോസ് അത്രയും പവർഫുൾ റേസ് ആണ് ഈ എക്സ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ. So, when we are dealing with the term X-ray crystallography, we'll be having a small doubt about why we are using the term crystal. Because നമ്മൾ ആദ്യത്തെ സ്ലൈഡ് തൊട്ടിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് crystal like why we are each and every time we are quoting that particular term of crystal. Okay. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള ആറ്റത്തിന്റെയും മോളിക്യൂൾസിന്റെയും അറേഞ്ച്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ആ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഏത് മോളിക്യൂളിന്റെ ആണ് സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, ആ മോളിക്യൂളിനെ നമ്മൾ ക്രിസ്റ്റൽ ആക്കണം, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണം. ഒബ്വിയസ്ലി ബൈ ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ. എന്നാൽ മാത്രമാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി നമുക്ക് ആ ക്രിസ്റ്റലിന്റെ ഉള്ളിലുള്ള ആറ്റത്തിന്റെയും മോളിക്യൂളിന്റെയും അറേഞ്ച്മെന്റ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. Researchers crystallize an atom or molecule because the precise position of each atom in a molecule can only be determined if the molecule is crystallized. If the molecule or atom is not in a crystallized form, the X-rays will diffract unpredictably and the data retrieved will be too difficult, if not it will be impossible to understand. അതായത് ഒരു സാധനം അതൊരു ക്രിസ്റ്റലൈൻ ഫോമിലല്ല എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ ഇൻസ്ട്രുമെന്റിൽ വെക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒരുപാട് ഒരു എന്താ പറയാ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലാണ്ട് ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ആ ഒരു ഡാറ്റ പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ സോഫ്റ്റ്വെയറിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ആയിരിക്കും കിട്ടുക if the component is not present, not given in the crystallized form. So obviously we have to convert എന്തിന്റെയാണ് സ്ട്രക്ചർ കണ്ടുപിടിക്കേണ്ടത് അതിനെ ക്രിസ്റ്റലൈസ്ഡ് ഫോമിൽ ആക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് crystallization? Crystallization is the process by which solid forms where the atoms or molecules are highly organized into structure known as crystal. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സൊല്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ സൊല്യൂട്ടിനെ നമ്മൾ ക്രിസ്റ്റൽ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് precipitation ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു gaseous സ്റ്റേറ്റിലാണ് നമ്മുടെ സോൾവെന്റ് എങ്കിൽ ആ സോൾവെന്റിന്റെ ഉള്ളിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള സൊല്യൂട്ട്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു സെലക്റ്റീവ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് ഐസൊലേറ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മൾ അതിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. Crystallization is the process by which solid forms where the atoms or molecules are highly organized into a structure known as crystal. Some ways by which crystals are precipitating from a solution. നമുക്ക് ആ ഒരു ഏത് ക്രിസ്റ്റൽ എന്ത് നേച്ചർ നമ്മൾ ക്രിസ്റ്റൽ ആക്കാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിന്റെ നേച്ചർ എന്താണോ അതനുസരിച്ചിട്ടായിരിക്കണം ക്രിസ്റ്റലൈസേഷന്റെ പ്രൊസീജിയർ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക. ചിലപ്പോൾ ഫ്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്ട്ലി gaseous സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ സൊല്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടി വരും. Attributes of resulting crystal depend largely on factors such as temperature, air pressure. The majority of minerals and organic molecules crystallize easily and the resulting crystals are generally of good quality, that is without visible defect. അതായത് മിനറൽസ് നമ്മൾ ഈ മണ്ണിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഓർഗാനിക് മോളിക്യൂൾസ് അതൊക്കെ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റലൈസ് ഫോമിൽ കിട്ടും. പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഒരു വിസിബിലിറ്റി ചെക്കാണ്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രാക്സ് ഒന്നുമില്ല, നല്ല ഫിനിഷിംഗിലുള്ള ഒരു ക്രിസ്റ്റലാണ് കിട്ടുന്നത് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. The ease with which molecules will crystallize strongly depends upon the intensity of either atomic forces അല്ലെങ്കിൽ intermolecular forces അല്ലെങ്കിൽ intramolecular forces. അതായത് ആറ്റമിക് ഫോഴ്സസ്, അതായത് ആ ഒരു സബ്സ്റ്റൻസിന്റെ ഉള്ളിലുള്ള ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സസ്. ഇപ്പോൾ മോളിക്യൂൾസ് ആണെങ്കിൽ രണ്ട് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് വരുന്ന ഫോഴ്സസ് ഇന്റർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ തന്നെ ഉള്ളിൽ വരുന്ന ഫോഴ്സസ്
ഇൻട്രാമോളിക്യൂൾസ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടും ക്രിസ്റ്റലൈസേഷൻ എളുപ്പമാണോ അതിന്റെ പോസിബിലിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ബേസിക്കലി നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷന് കൊടുക്കുന്ന ആ ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഫോമിലായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി ക്രിസ്റ്റലൈസേഷൻ എന്ന അല്ല ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞു എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. നമ്മൾ ഫിസിക്കലി നമ്മൾ എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യാണ് ഇവിടെ. ഡിഫ്രാക്ഷൻ occurs when a wave encounters a barrier of any sort. Depending on the type of barrier and the characteristics of the wave itself, diffraction can result in a number of different outcomes. Diffraction either causes a wave to bend as it passes by a barrier or allows for the wave to spread out as it passes through an opening. അതായത് ഈ വേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന വേവ് എന്ന് പറയുന്നത് എക്സ്റേസ് ആണ്. അതായത് ഒരു വേവ്, അതായത് അല്ലെങ്കിൽ എക്സ്റേസ് തന്നെ പറയാം, ഒരു പാത്തിക്കൂടെ കടത്തി വിടുമ്പോൾ അവിടെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സ്ട്രെങ്ത് ഉള്ള വേവ് ആണോ കടത്തി വിടാൻ ഉപയോഗിക്കുന്നത് പ്ലസ് ആ ഒരു ബാരിയറിന്റെ ആ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഈതർ ഈ പോകുന്ന വേവ്സ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ആ ഒരു ബാരിയറിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് കൂടെ ഈ പറഞ്ഞ വേവ്സ് സ്പ്രെഡ് ഔട്ട് ആയിട്ട് പോവാനും ചാൻസ് ഉണ്ട്. സോ ഡിഫ്രാക്ഷൻ ബേസിക്കലി ഇറ്റ് ഇസ് എ ബെൻഡിങ് ഓഫ് ദ വേവ് when it is reaching a particular barrier. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പിക്ചർ. ഈ പറഞ്ഞ പോലെ തന്നെ കാണുന്നതാണ് എക്സ്റേസ്. അപ്പോൾ എക്സ്റേസ് ഈ പറഞ്ഞ ഒരു ഡയറക്ഷനിൽ പോകുന്നു, പിന്നെ ഈ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉള്ള കാരണം ഇറ്റ് ഈസ് ആക്ച്വലി സ്പ്രെഡിങ് ത്രൂ ദിസ് ഓപ്പണിംഗ്. അവിടെ ഒരു സ്പ്രെഡിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്പ്രെഡ് ഔട്ട് നേച്ചർ ഓഫ് എക്സ്റേസ് മാത്രമല്ല, it also depends upon the bending of X-rays when it is encountering a particular barrier. Okay. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്യാണ്, ഐ മീൻ ഒന്നുകൂടി സ്പെസിഫിക് ആക്കാണ്. ഓക്കെ, വി ക്യാൻ ജസ്റ്റ് സീ ദ സ്ട്രക്ചർ ഓഫ് ദ ആറ്റം. നടുക്ക് കാണുന്നത് ന്യൂക്ലിയസ്, അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതിന് ചുറ്റും കാണുന്നതാണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ വരുന്ന റേസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേസ് ഓഫ് ഇലക്ട്രോൺസ്, ഇൻസിഡന്റ് റേസ് ഓഫ് എക്സ്റേസ് ആണ്. അത് വരുന്നു ഈ ഇലക്ട്രോണിനെ തട്ടുന്നു. സോ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അവിടെ സംഭവിക്കുകയാണ്. അതായത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ എനർജി ഓഫ് ഇൻസിഡന്റ് ആൻഡ് സ്കാറ്റേർഡ് റേ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോണിന് ഈ ഒരു എക്സ്റേ വന്ന് തട്ടുന്നു. അപ്പോൾ ഈ ഒരു എക്സ്റേയുടേതായിട്ടുള്ള ഒരു എനർജി, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്റേ എന്ന് പറയുന്നത് വളരെ ഹൈ എനർജി ആയിട്ടുള്ള ഒരു റേ ആണ്. അപ്പൊ ആ ഒരു എനർജി ഈ ഒരു ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോലും അവിടെ ഒരു ഓസിലേറ്ററി മൂവ്മെന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളത് ഉള്ള കാര്യമാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ട്രോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വരുന്ന റേസ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റേസ് ആണ്. അപ്പോൾ വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് ആ ഒരു മൊമെന്ററി എനർജി ചേഞ്ച് ഉണ്ടായതിനു ശേഷം this X-rays are getting diffracted. These X-rays are getting scattered away from this electron. അപ്പോൾ എത്ര എനർജിയിലാണോ അത് വന്നിട്ടുള്ളത് അതേ എനർജിയിൽ തന്നെയാണ് അത് തിരിച്ചു പോകുന്നത്, ബട്ട് ഇൻ എ ഡിഫറെന്റ് പാത്ത്. അതായത് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡിഫ്രാക്റ്റഡ്, ബട്ട് ദ എമൗണ്ട് ഓഫ് എനർജി ഓഫ് ദ ഇൻസിഡന്റ് റേ ആൻഡ് ദാറ്റ് ഓഫ് ദ സ്കാറ്റേർഡ് റേ വിൽ ബി സെയിം. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ ഇൻസിഡന്റ് ആൻഡ് ദി സ്കാറ്റേർഡ് റേ. ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് സ്കാറ്റേർഡ് റേ. അവർ തമ്മിൽ എനർജി വൈസ് സെയിം ആണ്. ഓക്കെ, the intensity of diffraction lines or dots depends on the scattering power of the individual atoms, which in turn depends upon the number of electrons in the atom. അതായത് എത്രമാത്രം ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ആറ്റം അല്ലെങ്കിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ട് ആ ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ഓക്കെ, ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. X-rays are scattered almost exclusively by the electrons in the atoms, not by the nuclei. Okay, അതായത് എക്സ്റേയുടെ ആക്ഷൻ നേരെ കാണിക്കുന്നത് അത് ഇലക്ട്രോൺസ് തട്ടുമ്പോഴാണ്. ന്യൂക്ലിയസിന് ഈ പറഞ്ഞ എക്സ്റേ ഡിഫ്രാക്ഷനിൽ യാതൊരു റോളും ഇല്ല. The incident electromagnetic wave, അതായത് വരുന്ന എക്സ്റേ exerts a force on the electrons. This causes the electrons to oscillate
with the same frequency as the incident radiation. The oscillating electrons act as radiation scatters and emit radiation at the same frequency as the incident radiation. Okay. അതായത് അവിടെ ഒരു എനർജി അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു ഇലക്ട്രോൺ എന്താ പറയാ ആ ഒരു എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരുപാട് നേരം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. വൺസ് ദിസ് ആ ഒരു എക്സ്റേഡ് എനർജി ഇലക്ട്രോണിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഓസിലേറ്റിംഗ് മൂവ്മെന്റ് ഫോർ ദി ഇലക്ട്രോൺ. ആ ഒരു സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പോലും പറയാൻ പറ്റില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ജസ്റ്റ് emitting that incident ray in the form of a scattered ray with the same energy magnitude. Okay. അടുത്തത് ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വേവ് ഇൻഡിഫറൻസ് ആണ്. ഓക്കെ, ഇതും നമ്മൾ ഐ തിങ്ക് 9th-ലോ 10th-ലോ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റില് എക്സ്റേസ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് തിങ്ക് ദിസ് ആസ് വൺ എക്സ്റേ ആൻഡ് ജസ്റ്റ് തിങ്ക് ദിസ് ആസ് ദി അനദർ എക്സ്റേ. അപ്പൊ ഇതെന്ന് പറയുന്നത് ദേ ആർ ഇൻ ഫേസ്, അതായത് ഈ ഒരു ക്രസ്റ്റും തമ്മിൽ അലൈൻഡ് ആണ്. അതായത് ഒരു വേവിന്റെ ഒരു എന്താ പറയാ എനർജീനെ നമ്മൾ സമ്മപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഒരുമിച്ചിട്ടാണ്. സിൻസ് ദിസ് crust is aligned with this crust, this will be part of a constructive interference. അതായത് അവിടെ ഒരു സമ്മപ്പ് ഓഫ് എനർജിയാണ് നടക്കുന്നത്. ഈ രണ്ട് റേസിന്റെയും ഒരു പെർഫെക്റ്റ് അലൈൻമെന്റ് കാരണം അവിടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇന്റർഫിയറൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ വിൽ ബി സോ മച്ച് സ്ട്രോങ് ആൻഡ് ഇന്റൻസ്. ഇനി എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതും ഒരു എക്സ്റേ ആണ്, ഇത് സെക്കൻഡ് റേ ഓഫ് എക്സ്റേ ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ ക്രസ്റ്റും ഒരാളുടെ ട്രഫും ആണ് അലൈൻ ആയിട്ടുള്ളത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സോ ഇവിടെ രണ്ടും ദേ ആർ നോട്ട് ഇൻ ഫേസ്. ഈ കാണുന്ന പോലെയല്ല, ദേ ആർ നോട്ട് ഇൻ ഫേസ് ബട്ട് ദേ ആർ ആക്ച്വലി ഔട്ട് ഓഫ് ദ ഫേസ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഒരു എനർജിയും തമ്മിൽ നള്ളിഫൈ ആയി പോവുകയാണ്. അതുകൊണ്ട് തന്നെ സിഗ്നൽ എന്ന് പറയുന്നത് കിട്ടില്ല, അല്ലെങ്കിൽ വളരെ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള സിഗ്നൽ മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഇത് എന്തിനാ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ചെയ്യുമ്പോൾ അതും ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സിന് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതില് ആറ്റത്തിന്റെയും മോളിക്യൂൾസിന്റെയും ഒക്കെ അറേഞ്ച്മെന്റ് വെൽ അലൈൻഡ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഒരു സിമെട്രിക്കൽ രീതിയിലായിരിക്കും അത് അറേഞ്ച്ഡ് ആകുക. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റേസ് ഈ പറഞ്ഞ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇന്റർഫറൻസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും, സോൺലി ബിക്കോസ് ഓഫ് ദി crystalline structure of molecule that we are employing. Okay. Next is another important term, that is Bragg's equation. So Bragg ആരാന്ന് നമുക്ക് അറിയാം അല്ലേ? ബ്രാഗ് എന്ന് പറയുന്നത് XRDയുടെ ആ ഒരു പയനീർ ആണ്, XRDയുടെ ആ ഒരു ഫാദർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ബ്രാഗ്സ് ലോ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഇസ് 2D sin theta is equal to n lambda. ഇത് പഠിച്ചു വെക്കണം. 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് നമ്പർ 2. ഡി എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലെയിൻസിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. അപ്പൊ എന്താണ് ഈ പ്ലെയിൻസ്? നമ്മൾ പറഞ്ഞു നമ്മളൊരു സബ്സ്റ്റൻസിനെ നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി ചെയ്യണമെങ്കിൽ അതിനെ നമ്മളൊരു ക്രിസ്റ്റലൈസേഷൻ നടത്തിയിട്ട് ക്രിസ്റ്റലൈൻ ഫോമിലാക്കണം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്രിസ്റ്റലൈൻ ഫോമിലാക്കുകയാണെങ്കിൽ ഈ പ്ലെയിൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദാൻ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്. ഓക്കെ, ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. കാരണം നമ്മുടെ എക്സ്റേ ബീംസ് മെയിൻലി ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോൺസ്മേയാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്ലെയിന്. അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ ഡി. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദിസ് പ്ലെയിൻ. അതായത് ഈ ക്രിസ്റ്റൽ പ്ലെയിനും ഈ ഒരു ഇൻസിഡന്റ് റേ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ scattered ray, the angle between the scattered ray and this plane, അതാണ് ഈ പറഞ്ഞ തീറ്റ. അപ്പൊ ഈ ആംഗിളും ആക്ച്വലി സെയിം ആയിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഏത് എനർജിയിലാണോ ഇത് ഇലക്ട്രോണിന്റെ മുകളിലേക്ക് വീഴുന്നത് ആ ഇലക്ട്രോൺ ഒന്ന് ഓസിലേറ്റ് ചെയ്തിട്ട്
ഓൾമോസ്റ്റ് അല്ല, സെയിം ഫ്രീക്വൻസിയിലുള്ള എക്സ്റേനെ തന്നെയാണ് സ്കാറ്റർ ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, സോ ദിസ് തീറ്റ ഇവിടെയാണെങ്കിലും തീറ്റയുടെ വാല്യൂ ഇവിടെയാണെങ്കിലും ഇറ്റ് വിൽ ബി സെയിം. പിന്നെ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വേവ് ലെങ്ത് ഓഫ് ദ എക്സ്റേ ദാറ്റ് ഇസ് ബീങ് യൂസ്ഡ്. എൻ എന്ന് പറയുന്നത് ഇന്റിജർ ആണ്, അതായത് ഇന്റിജർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്ലെയിൻസ് ഉണ്ട്, 1 2 3 4 അങ്ങനത്തെ എത്രമാത്രം പ്ലെയിൻസ് ഉണ്ട് ഉള്ളതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് എൻ. ഓക്കെ, so that is about the Bragg's equation. So ഇതൊരു നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ ഒരു പ്രൊസീജിയറിലേക്ക് പോണേക്കാട്ടും മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാണ് എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. മെയിൻലി ബൈ സീയിങ് ദിസ് പർട്ടിക്കുലർ പിക്ചർ. എക്സ്റേ സോഴ്സ് ഉണ്ട്, because there should be a strong source to emit X-ray for a particular time in a particular stability. This will be the incident X-ray beam, and that is falling into a crystalline molecule or crystalline substance. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റത്തിൻ്റെ മുകളിൽ ഉള്ള ഇലക്ട്രോൺസിനെ ഈ ഇൻസിഡന്റ് എക്സ്റേ പതിക്കുമ്പോൾ there will be diffraction happening, and the diffracted rays is this, and this diffraction pattern is recorded on a device called the detector. അപ്പോൾ ഓരോ ഡിഫ്രാക്റ്റഡ് റേയും ഓരോ സ്പോട്ട് ആയിട്ടാണ് മാറുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഈ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് വിൽ ബി സ്ട്രിക്ട്ലി ഇൻ അലൈൻഡ് വിത്ത് ദി സ്ട്രക്ചർ ഓഫ് ദിസ് ക്രിസ്റ്റൽ. സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റം മോളിക്യൂൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു നേർ ചിത്രമായിരിക്കും ഈ ഒരു ഡിഫ്രാക്ഷൻ സ്പോട്ട്. അപ്പോൾ അത് ഫെർദർ ഇങ്ങനെ ഓരോന്നും ഏത് രീതിയിലാണ് ഏത് ഡിഫ്രാക്ഷൻ ആംഗിളിലാണ് ഈ പറഞ്ഞ സ്പോട്ട്സ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു കാൽക്കുലേഷൻ കൂടി നടക്കുന്നുണ്ട്. ഇത് സോൾലി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അപ്രോച്ച് ആണ്. സോ വി ക്യാൻ ജസ്റ്റ് deduce a lot of information from this particular X-ray diffraction അല്ലെങ്കിൽ X-ray crystallographic procedure. Okay. Okay. അപ്പോൾ പ്രൊസീജിയറിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. The first and often most difficult step is to obtain an adequate crystal of the material under study. The crystal should be sufficiently large, typically larger than 0.1 millimeter in all dimension. It should be pure in composition and regular in structure, with no significant internal imperfections such as cracks. Researchers crystallize an atom or molecule because the precise position of each atom in a molecule can only be determined if the molecule is crystallized. അതായത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഒരിക്കലും നമ്മൾ എന്തിൻ്റെ സ്ട്രക്ചറാണോ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ആ ഒരു ബയോമോളിക്യൂള് നമ്മൾ ക്രിസ്റ്റലൈൻ ഫോമാറ്റിൽ വേണം, ക്രിസ്റ്റലൈൻഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആക്കിയിട്ട് ക്രിസ്റ്റലൈസേഷൻ നടത്തിയിട്ട് വേണം നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി അല്ലെങ്കിൽ XRDയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ഇറ്റ് ഷുഡ് ബി ഹാവിങ് അറ്റ്ലീസ്റ്റ് 0.1 millimeter. അതായത് നമ്മളിപ്പോൾ ഒരു 3 dimensional XYZ എന്നിട്ടുള്ളൊരു 3 dimensional ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കാം. അറ്റ്ലീസ്റ്റ് 0.1 millimeter എങ്കിലും വേണം അതിൻ്റെ ഒരു ഡയമെൻഷൻ. പിന്നെ അത് ഇംപെർഫെക്റ്റ് ആയിരിക്കരുത്, എക്സ്പെഷ്യലി ക്രാക്സ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് ഓരോ മോളിക്യൂളിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും പ്രിസൈസ് പൊസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് the crystal is placed in an intense beam of X-rays using usually of a single wavelength. എന്തിനാ സിംഗിൾ വേവ് ലെങ്ത് എന്ന് പറയണേ? സി എക്സ്റേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ റേഞ്ച് ബിറ്റ്വീൻ 0.03 to 3 നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഏത് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വേവ് ലെങ്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക എമിറ്റ് ചെയ്യാം. അതായത് അതിനാണ് പറയുന്നത് മോണോക്രോമാറ്റിക് എക്സ്റേസ് ഓഫ് എ സ്പെസിഫിക് വേവ് ലെങ്ത് അല്ലെങ്കിൽ സിംഗിൾ വേവ് ലെങ്ത്. ആൻഡ് ദിസ് എക്സ്റേസ് വിൽ ബി going to fall on this particular crystalline structure, and it produce regular pattern of reflections. നമ്മൾ പറഞ്ഞു നമ്മളൊരു കാര്യം എക്സ്റേ ഡിഫ്രാക്ഷനിലേക്ക് വെക്കണേക്കാട്ടും മുന്നേ അതിൻ്റെ ക്രിസ്റ്റലൈൻ നേച്ചറിലാണ് വെക്കുക. അപ്പോൾ ക്രിസ്റ്റലൈൻ നേച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റത്തിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിലേക്ക് എക്സ്റേസ് വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു
അതിനൊരു റെഗുലാരിറ്റി കാണും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ റെഗുലർ പാറ്റേൺ ഓഫ് റിഫ്ലക്ഷൻസ്. As the crystal is gradually rotated, the previous reflections disappear and new ones will be appearing. The intensity of every spot is recorded at every orientation of the crystal. അതായത് നമ്മൾ ഒരു എന്താ പറയാ എക്സ് ആർ ഡി അല്ലെങ്കിൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി ചെയ്യുന്ന ആ ഒരു എക്യൂപ്മെന്റിൽ നമ്മൾ സാധാരണ നമ്മൾ ഓസാസോൺ ക്രിസ്റ്റൽസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ, മൈക്രോസ്കോപ്പിക് സ്ലൈഡ്, അങ്ങനത്തെ ഒരു സ്ലൈഡ് ഉണ്ട്. ഓക്കെ, ആ സ്ലൈഡിന്റെ നടുക്കൊരു ഗ്രൂവ് ഉണ്ട്, ഒരു കുഞ്ഞൊരു ഒരു സോക്കറ്റ് അല്ല, ഒരു ഡെപ്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ നമ്മൾ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യേണ്ട ആ ഒരു ക്രിസ്റ്റലൈൻ സംഭവത്തിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഈ സാധനത്തിനെ നമ്മൾ XRD മെഷീനിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാണ്. പ്ലേസ് ചെയ്യുമ്പോൾ ആ XRD മെഷീൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് അത് 360 ഡിഗ്രിയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. കാരണം എന്നുവെച്ചാൽ ഒരൊറ്റ പ്ലെയിനിലുള്ള ഡിഫ്രാക്ഷൻ മാത്രം കണ്ടാൽ പോരാ, അതിങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ഇങ്ങനെ 360 ഡിഗ്രിയിൽ തിരിയും തോറും ആ ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റലൈൻ മോളിക്യൂളിന്റെ എല്ലാ സൈഡിലേക്കും എക്സ്റേസ് വന്നിട്ട് അത് ഡിഫ്രാക്റ്റഡ് ആകണം. എന്നാലാണ് ആ മൊത്തം മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാ സ്പോട്ടും കിട്ടുന്ന ഓരോ ഡിഫ്രാക്ഷൻ സ്പോട്ടും ഡിറ്റക്ടറിൽ റെക്കോർഡഡ് ആണ്. ഓക്കെ, അങ്ങനെ ഐ തിങ്ക് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി ഒരു 10-15 മിനിറ്റ് അത് വർക്ക് ചെയ്യും. ഇങ്ങനെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ്റേസ് കടത്തി വിട്ടുകൊണ്ടേയിരിക്കും, ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി, അതായത് മൊത്തം ഓൾമോസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആറ്റത്തിനെയും സ്പാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടിയാൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു റിസൾട്ട് അത്രയും ഒതന്റിക് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, in the third step, these data are combined computationally with complementary chemical information to produce and refine a model of the arrangement of atoms within the crystal. The final refined model of the atomic arrangement, now called a crystal structure, is usually stored in public database. അതായത് നമ്മൾ ആ ഒരു എക്സ്റേ കടത്തി വിടുന്ന പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ടറിൽ ഡിഫ്രാക്ഷൻ പാറ്റേണും ഡിഫ്രാക്ഷൻ സ്പോട്ട്സും കിട്ടി. ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ വിൽ ബി കമ്പൈൻഡ് വിത്ത് കമ്പ്യൂട്ടേഷണൽ അനാലിസിസ് ആൻഡ് വിൽ ബി ഗെറ്റിംഗ് എ മോഡൽ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം വിത്തിൻ ദ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാം. കാരണം ഞാൻ എടുത്തിട്ടുള്ള ഒരു സാമ്പിളിൽ നിന്നും ഒരുവിധം നല്ലൊരു റിസൾട്ട്, ഒരുവിധം നല്ലൊരു ആറ്റമിക് അറേഞ്ച്മെന്റ് XRD വഴി കിട്ടുകയാണെങ്കിൽ അത് എത്രമാത്രം നല്ലതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരുപാട് റെഫറൻസ് ആയിട്ടുള്ള ഗ്രാഫ്സും മോഡൽസും പാരാമീറ്റേഴ്സും ഒക്കെ ഇൻബിൽഡ് ആയിട്ട് ആ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ വഴി എന്താ പറയുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പം അത്രയും അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി അത് പുതിയതാണെങ്കിൽ കൂടി ഇറ്റ് വിൽ ബി ആഡഡ് ടു ദ ഡാറ്റാബേസ്. ഓക്കെ, പിന്നെ ആഫ്റ്റർ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇസ് ഒബ്റ്റെയിൻഡ്, the data is then processed by a computer and the structure of atom or molecule is deduced and visualized. Okay, അതായത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെ, ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയില്ല ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ XRDയിലേക്ക് കൊടുത്തിട്ടുള്ള കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ XRD ഡിഫ്രാക്ഷൻ പാറ്റേൺ വഴി കിട്ടുന്ന ആ ഒരു കുറച്ച് ഡാറ്റ വെച്ചിട്ട് ആ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ എനിക്ക് കുറെ സ്ട്രക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. ഇതായിരിക്കും ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള ഡാറ്റ അനുസരിച്ച് നിങ്ങളുടെ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഇതാകാം എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഓറിയന്റേഷനിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അത് കാണിച്ചു തരും. ഓക്കെ, അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം റെലവെന്റ് ആണെങ്കിൽ. ഇതാണ് അതിന്റെ ഒരു സ്കീം. അതായത് നമ്മൾ ഇൻസിഡന്റ് എക്സ്റേസ് ക്രിസ്റ്റലിന്റെ മുകളിലേക്ക് കടത്തി വിട്ടു. This is the scattered X-rays, and this scattered X-rays will be displayed as a diffraction pattern or diffraction spots. പിന്നെ
depending upon the diffraction pattern or spots, this is actually the measure of the scattering by the electrons. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള ആറ്റത്തിന്റെ ഉള്ളിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ട്, അതിന്റെ ഒരു ഡെൻസിറ്റി, ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് കിട്ടും. പിന്നെ അതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ആറ്റമിക് മോഡൽ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആറ്റമിക് മോഡലിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അത്രയും റെലവെന്റ് അല്ലെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റിഫൈൻ, അതായത് നമുക്ക് we can just start over, അതായത് ഇപ്പൊ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് പോസിബിൾ ആണെങ്കിൽ we can just modify that and we can just start over the entire process. Okay, next is the instrumentation part. Generally a typical X-ray diffraction instrument contains the following parts: X-ray source, obviously detector, crystal on the end of the mounting needle, liquid nitrogen steam to keep crystal cold, അതായത് ലിക്വിഡ് നൈട്രജൻ്റെതായിട്ടുള്ള ഒരു കോൾഡ് സോഴ്സ് സ്റ്റീം ഈ മൊത്തം XRDയുടെ ചുറ്റും ഉണ്ടാകും, ബിക്കോസ് ഇറ്റ് ഈസ് ജനറലി എ ഹൈ ഹീറ്റ് പ്രോസസ്. ദർ ഇസ് മൂവബിൾ മൗണ്ട് ടു റൊട്ടേറ്റ് ദ ക്രിസ്റ്റൽ ആൻഡ് കോളിമേറ്റർ. ദെൻ ഇതെന്താന്ന് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം കേട്ടോ ഓരോന്നും. സോ എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദ റിച്ച് സോഴ്സ് ഓഫ് എക്സ്റേസ്. ഇൻസിഡന്റ് ബീം ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് it actually conditions the X-ray tube, X-ray beam before it hits the sample. എന്ന് വെച്ചാൽ ആ എക്സ്റേ കറക്റ്റ് ആയിട്ടുള്ള ഒരു മോണോക്രോമാറ്റിക് എക്സ്റേ ആണോ, അത് എന്താ പറയാ ആ ഒരു സാമ്പിളിന് ആനുപാതികമായിട്ടുള്ള രീതിയിലാണോ അതിന്റെ ഒരു എമിഷൻ പോസിബിൾ ആണോ, അങ്ങനത്തെ രീതിയിലുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യും. ഗോണിയോമീറ്റർ, ദ പ്ലാറ്റ്ഫോം ദാറ്റ് ഹോൾഡ് ആൻഡ് മൂവ്സ് ദ സാമ്പിൾ. നേരത്തെ പറഞ്ഞു സാമ്പിൾ ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, ആ സാമ്പിൾ വെച്ചിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം. സോ ദ പ്ലാറ്റ്ഫോം ദാറ്റ് ഹോൾഡ്സ് ആൻഡ് മൂവ്സ് എ സാമ്പിൾ, ഒപ്റ്റിക്സ്, ഡിറ്റക്ടർ ആൻഡ് ട്യൂബ്. അപ്പോൾ അതെല്ലാം കാണുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഗോണിയോമീറ്റർ. പിന്നെ സാമ്പിളും സാമ്പിൾ ഹോൾഡറും, സാമ്പിൾ നമ്മൾ പറഞ്ഞ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുള്ള സാമ്പിൾ ഹോൾഡർ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സ്ലൈഡ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ക്യാവിറ്റി പോലത്തെ ഒരു സംഭവത്തിൽ നമ്മൾ സാമ്പിളിനെ ഫില്ല് ചെയ്യുന്നു, അതാണ് സാമ്പിൾ ഹോൾഡർ. പിന്നെ റിസീവിംഗ് സൈഡ് ഒപ്റ്റിക്സ്, അതായത് എക്സ്റേ ആ സാമ്പിൾമ തട്ടിയിട്ട് ഡിഫ്രാക്റ്റഡ് ആയി പോകുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ഭാഗമാണ് റിസീവിംഗ് സൈഡ് ഒപ്റ്റിക്സ്. ഇറ്റ് വിൽ കണ്ടീഷൻ ദ എക്സ്റേ ബീം ആഫ്റ്റർ ഇറ്റ് ഹാസ് എൻകൗണ്ടേർഡ് ദ സാമ്പിൾ. പിന്നെ ഒബ്വിയസ്ലി ദ ഡിറ്റക്ടർ വിൽ ബി there that will count the number of X-rays scattered by the sample. ഇനി ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി, ആക്ച്വലി അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫീനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അതിൽ അവസാനം എത്തി നിൽക്കുന്ന ഒരു റെലവെന്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്, എന്താണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് ടെക്നിക്. ഓക്കെ, അതായത് ആ സാമ്പിളിന് പ്രത്യേകിച്ച് ഡിസ്ട്രക്ഷൻ ഒന്നും സംഭവിക്കാണ്ട് തന്നെ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. It can identify the crystalline phases and the orientation. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. It can determine the structural properties. It is used to measure the thickness of thin films and multilayers to determine the atomic arrangement. Okay, ഇത്രയും കാര്യങ്ങളാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിയുടെ മെയിൻ പോയിന്റ്സ്. അപ്പോൾ once again, X-ray diffraction is most widely used for the identification of unknown crystalline materials, example minerals, inorganic compounds. The determination of unknown solid is critical to the studies in geology, environmental science, material science, engineering and biology. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മൈക്രോസ്കോപ്പ് വഴി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന് തന്നെ കുറച്ചും കൂടി ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ അപ് ടു ദി മോളിക്കുലർ ലെവൽ, അതായത് ആറ്റം മോളിക്യൂൾ ലെവലിലുള്ള ഒരു ഡയമെൻഷനൽ അനാലിസിസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒബ്വിയസ്ലി അത്രയും ഹൈ ഗ്രേഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റേഷൻസ് നമ്മൾ സീക്ക് ചെയ്യണം. അപ്പൊ അതിലൊന്നാണ് ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കോമ്പൗണ്ട് മണ്ണിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നേച്ചർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഒന്നും ഇല്ല, ഒന്നോ രണ്ടോ മൂന്നോ ടെക്നിക്സിൽ ഒന്നാണ് ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി. ഓക്കെ, identification of fine grained minerals such as clays and mixed layer clays that are difficult to determine optically. Okay,
ഡിറ്റർമിനേഷൻ ഓഫ് യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്, മെഷർമെന്റ് ഓഫ് സാമ്പിൾ പ്യൂരിറ്റി. അതായത് നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ പ്രോപ്പർലി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ XRD ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഒരു ആറ്റംസ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സിമെട്രിക്കലി അലൈൻഡ് ആണ്. നമ്മൾ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്റ്റലൈസേഷൻ പ്രൊസീജിയർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിഫ്ലക്ഷൻ പാറ്റേണിൽ ആ ഒരു നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ചെയ്തിട്ടുള്ളതിന്റെ ആ ഒരു പ്രെസിഷൻ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ മാതിരി ഒരു റെഗുലർ റിഫ്ലക്ഷൻ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ അതിൽ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ക്രിസ്റ്റലൈൻ ഒരു സബ്സ്റ്റൻസിൽ ഒരു ടൈപ്പ് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അല്ല, ഒരു കോമ്പൗണ്ടിന്റെ ആറ്റം മോളിക്യൂൾ അല്ല, മറിച്ച് അതിലൊരു മറ്റൊരു കോമ്പൗണ്ടും ചെറിയ തോതിൽ കലർന്നിട്ടുണ്ട്, അത് ഇംപ്യൂർ ആണ് എന്നുള്ളൊരു ഡാറ്റ കൂടി നമുക്ക് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി വഴി കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലോഗ്രാഫിക് അനാലിസിസ് മെയിൻലി ഡീൽസ് വിത്ത് ദ പ്രോട്ടീൻ. അതായത് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി വഴി എന്തൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? ഒബ്വിയസ്ലി നമുക്ക് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രോട്ടീൻ ഇൻട്രാക്ഷൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പ്രോട്ടീൻ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പ്രോട്ടീൻ, മെയിൻലി എൻസൈംസ്, ഏത് എൻസൈം ഏത് സബ്സ്ട്രേറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി വഴി പ്രോട്ടീൻ്റെ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കോൺഫർമേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾ, അതിന്റെ ആ ഒരു സ്ട്രക്ചറൽ പാർട്ടിനെയാണ് അത് പ്രാധാന്യം കൊടുക്കുന്നത്. അതും നമുക്ക് XRD വഴി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മെയിൻലി എൻസൈം ആക്ഷൻ, കാറ്റാലിസിസ് ബൈ എൻസൈംസിന്റെ ഇൻഹിബിറ്റേഴ്സ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്, ആക്റ്റീവ് സൈറ്റിൽ ഏതൊക്കെ അമിനോ ആസിഡ് ഏതൊക്കെ രീതിയിലാണ് സബ്സ്ട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രോട്ടീൻസ് ആയിട്ട് മെയിൻലി എൻസൈംസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ക്രിസ്റ്റലോഗ്രാഫിക് ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. സി, പ്രോട്ടീൻ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ. പ്രോട്ടീൻ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബുക്സ്, ഇപ്പൊ നമുക്ക് ബയോകെമിസ്ട്രിയുടെ വോയറ്റ് ആൻഡ് വോയറ്റ് ഉണ്ട്, ലെനിഞ്ചർ ഉണ്ട്, അങ്ങനത്തെ ബുക്സ് ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ബുക്സിൽ ഒരുപാട് ഇങ്ങനത്തെ XRD വഴി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു സബ്സ്റ്റൻസിന്റെ ആറ്റമിക് അറേഞ്ച്മെന്റ് കാണണമെങ്കിൽ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. പ്രോട്ടീൻസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീനെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അതിന്റെ XRD സ്റ്റഡീസിന്റെ ഡാറ്റ അവർ എന്തായാലും പബ്ലിഷ് ചെയ്യും. സോ ഞാൻ ഇപ്പൊ പറഞ്ഞത് മെയിൻലി ഇന്റർനാഷണൽ ബുക്സ്, റെഫറൻസ് ബുക്ക് വായിച്ചു നോക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകത, അതിലേക്കാണ് ഞാൻ ഈ വന്നിട്ടുള്ളത്. ഓക്കെ, സോ പ്രോട്ടീൻ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ റെഫേഴ്സ് ടു finding the exact orientation and arrangement of different amino acids present in protein. Okay, X-ray crystallography helps us to determine the structure of proteins, which further help us to even determine its function. അതായത് നമുക്ക് ബയോമോളിക്യൂൾസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, പിന്നെ ഗ്ലോബുലാർ പ്രോട്ടീൻ, ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, എൻസൈംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് 3D സ്ട്രക്ചറിൽ വിഷ്വലൈസ് ചെയ്താൽ മാത്രമാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത്, ഈ പ്രോട്ടീൻ ഫങ്ഷണൽ ആണോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഫങ്ഷണൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫങ്ഷണൽ അല്ലാത്തത്, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ അതിന്റെ 3D സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺഫർമേഷണൽ നേച്ചർ കണ്ടാൽ മാത്രമാണ് നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എല്ലാത്തരം സ്റ്റഡീസും കവർ ചെയ്യുന്ന ഒരു analytical instrumentation part ആണ് X-ray crystallography. It helps us to determine the structure of protein, which further helps us to determine the function of protein. പിന്നെ protein interaction studies. Protein interaction refers to the way in which two or more proteins interact with each other. Studies include the orientation, the site of action, and the major amino acid taking part in a particular reaction. X-ray crystallography helps to determine this interaction. Okay, X-ray ഇവിടെ ഒരു X-ray എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം, എക്സ് എന്നുള്ള ടേം മിസ്സിംഗ് ആണ് കേട്ടോ. X-ray crystallography helps to determine these interactions. അപ്പോൾ ഈ എല്ലാ ഇന്ററാക്ഷൻസും, അതായത് ഒരു
എവിടെയാണ് രണ്ട് പ്രോട്ടീൻസ് തമ്മിൽ ആക്ച്വലി ചെയ്യുന്നുണ്ടോ, ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, അതിന് സൈറ്റ് ഓഫ് ആക്ഷൻ ഏതാണ്, എല്ലാ കാര്യങ്ങളും എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി വെച്ചിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോൾ one of the last application of XRD is the enzyme catalysis determination. Enzymes are protein. Determination of structure of these enzymes, especially the active site and the type of amino acid present in active site, determines the catalytic activity of that particular protein, that is the enzyme, and the interaction level of enzymes. X-ray crystallography helps us to determine and predict the catalytic efficiency of enzyme. Okay. അതായത് നമ്മൾ ഒരു എൻസൈം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് അതിന്റെ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന അതിന്റെ ആക്റ്റീവ് സൈറ്റ് ആണ്. ഈ ആക്റ്റീവ് സൈറ്റിൽ ഏതൊക്കെ അമിനോ ആസിഡ്സ് ഉണ്ട്, ഒരുപക്ഷെ ആക്റ്റീവ് സൈറ്റ് ആ ഒരു പ്യൂരിഫൈഡ് എൻസൈമിൽ നമ്മൾ ചിലപ്പോൾ സബ്സ്ട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ഇംപെർഫെക്ഷൻ ആണ്, എന്ത് എറർ ആണ് ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരുപാട്, അതായത് എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ മോളിക്കുലർ സ്റ്റഡീസും പോസിബിൾ ആണ് ബൈ ദ ടെക്നിക് ഓഫ് ദിസ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി. ഓക്കെ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, യു ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി. ഓക്കെ രണ്ട്, നമുക്ക് അറിയണം എന്താണ് എക്സ്റേസ്, അതിന്റെ വേവ് ലെങ്ത് ഏത് റേഞ്ചിലാണ് വരണേന്ന് അറിയണം. ഓക്കെ മൂന്ന്, നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിയുടെ ഒരു ജസ്റ്റ് ഒരു സ്കീം, ഞാൻ പറഞ്ഞ മാതിരി എക്സ്റേയുടെ ഒരു സോഴ്സ്, പിന്നെ ക്രിസ്റ്റല്, അതിൽ നിന്നും സ്കാറ്റർ ചെയ്യുന്ന റേസ്, ഡിറ്റക്ടർ, പിന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. പിന്നെ നാലാമത്തത് അതിന്റെ പ്രൊസീജിയർ. ഓക്കെ പ്രൊസീജിയറിലേക്ക് കിടക്കണേക്കാട്ടും മുന്നേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബ്രാഗ്സ് ലോ ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇലാസ്റ്റിക് സ്കാറ്ററിങ് ആ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കണം. പിന്നെ ആ ഒരു പ്രൊസീജിയർ, അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ട്, ഐ തിങ്ക് നമുക്ക് ആ ഒരു പിക്ചർ ഒരു സ്കീമാറ്റിക് രീതിയിൽ വരയ്ക്കാൻ ശ്രമിച്ചാലും മതി. ആ പിക്ചറിൽ പറഞ്ഞിട്ടുള്ള ഗോണിയോമീറ്റർ എന്താണ്, അല്ലെങ്കിൽ ഇൻസിഡന്റ് ബീമിനെ നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യാം, അതൊന്നും വേണ്ട. ഇൻസിഡന്റ് ബീം, ഗോണിയോമീറ്റർ, ഡിറ്റക്ടർ, അങ്ങനെ ഒരു സ്കീം പോലെ എഴുതിയാലും മതി. പിന്നെ ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. നമ്മൾ മെയിൻ ആയിട്ട് പ്രോട്ടീൻസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു 2, 3, 4 പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നതും പ്രോട്ടീന്റെ സ്ട്രക്ചർ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ അപ്പോൾ കോൺഫർമേഷണൽ സ്റ്റഡീസിന് അത് ഉപയോഗിക്കുന്നുണ്ട്, പ്രോട്ടീന്റെ ആസിഡ് സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എൻസൈംസിന്റെ സ്റ്റഡീസിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓരോ പോയിന്റും ഓരോ സ്ലൈഡും ഓരോ പോയിന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ അപ്പൊ നമുക്ക് ഇനി, അപ്പൊ എനിക്ക് തോന്നുന്നു ബയോളജിക്കൽ ലാബറട്ടറി ടെക്നിക്സിൽ നമ്മുടെ ബട്ടർഫ്ലൈസ് അതിന്റെ പിന്നിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിയും വളരെ നന്നായിട്ട് തന്നെ പഠിക്കണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സെമിനാർ എടുത്ത് തീർന്നിട്ടുണ്ട്. പിന്നെ ടാക്സിഡെർമി, അതും ഒരു 2 മാർക്ക് 5 മാർക്ക് ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം. കാരണം അത് അത്രയും ഇലോബറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. പിന്നെ സ്പെസിമെൻ, മറ്റേ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇംപ്രൂവ്മെന്റ് എക്സാമിന് പോയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ബട്ട് സ്റ്റിൽ അതിന്റെ PPT ഞാൻ ഷെയർ ചെയ്യാം. സോ യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ ഞാൻ ബയോളജിക്കൽ ലാബറട്ടറി ടെക്നിക്സ് ഇവിടെ വെച്ചിട്ട് വൈൻഡ് ചെയ്യാണ്. ഓക്കെ ഇപ്പം എന്തെങ്കിലും ടോപ്പിക്സ് ഞാൻ എടുക്കാത്തതുണ്ടെങ്കിൽ യു ജസ്റ്റ് ടെൽ മീ, സോ ദാറ്റ് ഐ വിൽ ജസ്റ്റ് കവർ ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. ഓക്കെ അപ്പോൾ ശരി കേട്ടോ, അടുത്ത ക്ലാസ്സിൽ കാണാം.